അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പ്രിവ്യൂ ഒക്കെ കണ്ട് ഒരുപാട് നല്ല റെസ്പോൺസസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 3-ാം തീയതിയാണ് റിലീസ്. പിന്നെ എല്ലാം ബാക്കി പ്രഷറിലേക്ക് വിട്ട് നൽകുക. നല്ലൊരു ക്യാരക്ടറായിരുന്നു ഇതിൽ. മുസ്തഫ മുത്തു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു ഫുട്ബോൾ കോച്ചായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഫുട്ബോളിനെ പറ്റി ഒരു ABCD എനിക്കറിയില്ലെങ്കിലും ഒരു ഫുട്ബോൾ കോച്ചായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സിനിമയിലേക്ക് ഞാൻ എത്താനുള്ള കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷമീർ ജിബ്രാൻ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ട്. അപ്പോൾ ആളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഒന്ന് കഥ കേട്ട് നോക്കൂ, എന്നിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കഥയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നല്ല സ്റ്റോറിയാണ്, നല്ല സ്റ്റോറിയും കാര്യങ്ങളായിരുന്നു. ആ ക്യാരക്ടർ നല്ലൊരു ഭയങ്കര ഇമോഷണൽ ആർക്ക് ഭയങ്കര വേരിയേഷൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് അങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടായി, അങ്ങനെ സിനിമ ചെയ്തു. ആ അങ്ങനെ അതും ഒരു ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഇതും അങ്ങനെ ഒരു ഗ്രൗണ്ടിനെ, ഇത് ഫുള്ളി ഒരു ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയല്ല. ഇത് നാട്ടിലെ യുവാക്കൾക്കിടയിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ഒന്ന് കുറയ്ക്കാൻ, അവരൊന്ന് അതിൽ നിന്നൊന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക, ഫുട്ബോളിലെ എല്ലാവരും അതിൽ ഇൻക്ലൂഡ് ആക്കുക, അങ്ങനെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ രണ്ടും അങ്ങനെ ഒരു ഗ്രൗണ്ട് ഒരു കണക്ഷൻ വന്ന കാരണമാണ് മെയിനായിട്ട്. അതെ 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 അങ്ങനെ ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ സിനിമ കഴിഞ്ഞ വർഷം ഷൂട്ടൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ ഇപ്പോഴാണ് ഓപ്പറേഷൻ തൂഫാനും അതുപോലെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സിനിമ ശരിക്കും ആൾക്കാരിലേക്ക് എത്താൻ പറ്റിയ ടൈമാണ് ഇപ്പോൾ. ഒന്നാമത്തെ വേൾഡ് കപ്പ് നടക്കുന്നു, അതുപോലെ തന്നെ ഇതുപോലെ എല്ലാ ഓപ്പറേഷൻ തൂഫാനും പരിപാടിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു ടൈമാണ് ആളുകളിലേക്ക് എത്തുക, അവരൊന്ന് ബോധവൽക്കരിക്കുക, അങ്ങനെ ഒരു കറക്റ്റ് ടൈമാണ്. അപ്പോൾ ആൾക്കാർക്കും ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരണം, ഈ കുട്ടികളെ ഇതിൽ നിന്നൊക്കെ വഴിതിരിച്ച് വിടണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിന് മുമ്പൊക്കെയാണ് ഈ സിനിമ ഇറങ്ങി വരുന്ന, ഇവർ വലിയ നന്മപ്പടം ചെയ്യുന്നു അങ്ങനെ ഒരു മൈൻഡിലായിരിക്കും ആൾക്കാർ. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ, ഇതുപോലെ ഈ ഓപ്പറേഷൻ തൂഫാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പോൾ സിനിമ അതനുസരിച്ചുള്ള ഒരു അംഗീകാരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മളും ഈ മീഡിയയിലൂടെ കാണുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാ മേഖലകളിലും വരണം, ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ മേഖലകളിലും വരണം. കാരണം നല്ലൊരു സംഭവങ്ങളൊന്നല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ആ ആ ആ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ സെർച്ച് ചെയ്യണം. അതിന് ഉത്തരവാദികളായ ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിപ്പോൾ ഒരു മേഖലയ്ക്ക് മാത്രമായിട്ട് അങ്ങനെ മാറ്റി നിർത്തി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഫുട്ബോളിനെ കുറിച്ച് അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് ഫുട്ബോൾ കാണാൻ ഇഷ്ടമാണ്, കളിക്കാൻ ഇഷ്ടമായിരുന്നു. ഒരു ഏജ് വരെ ഞാൻ ഫുട്ബോളൊക്കെ കളിച്ചിരുന്നതാണ്, പിന്നെ അങ്ങനെ നിർത്തി. പിന്നെ ഞാനിതിലൊരു കോച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോച്ച് ഇങ്ങനെ പറയുന്ന കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഇവരെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പറയുന്നതും. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച്, അതുപോലെ തന്നെ റിയൽ ലൈഫിലുള്ള കോച്ചായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ വർക്കൗട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതെ 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 അത് നമ്മൾ
നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏകദേശം ഒരു 130 കോടി ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ടീം നമ്മളെ ജനസംഖ്യയുടെ ഒരു 1% പോലും ഇല്ലാത്ത രാജ്യത്തു നിന്ന് വരെ നല്ല ടീമുകൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയും മര്യാദയ്ക്ക് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളൂ. ഒരു നല്ലൊരു ടീമിനെയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നേ ഉള്ളൂ. അതിപ്പോൾ ഈ മലപ്പുറം തന്നെ ചെന്ന് മലപ്പുറം കോഴിക്കോട് എന്ന തന്നെ ഒരുപാട് കളിക്കുന്ന നല്ല പിള്ളേരുകളുണ്ട്. ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിലോ മറ്റേ CK വിനീതിൻ്റെ ആണെന്ന് തോന്നുന്നു, ആ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കണ്ട് നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഒരു 15 വയസ്സ് ആകുമ്പോഴാണ് ഒരാൾ കളിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ചെറിയ മക്കളൊക്കെ വിടാനായിട്ട് വീട്ടുകാർക്കൊക്കെ താല്പര്യം കുറവാണ്, അവർക്ക് ഇഞ്ചുറീസ് പറ്റും അങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെയാണ് ആദ്യം മാറേണ്ടത്. ഇത് ഒരു സ്കൂൾ ലെവലിലോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ഒരു കോച്ചായിട്ട് തന്നെ കോച്ചായിട്ട് ഇതിൽ അഭിനയിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ നാട്ടിലാണെങ്കിലും ചെറിയ വയസ്സിൽ തന്നെ ഒരു കുട്ടികളെ പരിശീലിപ്പിച്ച് തുടങ്ങണം. അപ്പം അങ്ങനത്തെ ഒന്നും ഇപ്പം ഇവിടെ അങ്ങനെ പണ്ടാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് തന്നെ കൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഇത് തന്നെ ഇപ്പോൾ നിന്ന് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമാണ്. ക്രിക്കറ്റിനെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതിയോ, ഫുട്ബോളിനെ കൂടെ സപ്പോർട്ട് ചെയ്യണ്ടേ എന്ന് തോന്നുന്നു? ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. ഫുട്ബോളിന് അതുപോലെ തന്നെ കയറി വരാമെന്നുള്ള ഒരുപാട് നല്ല പ്ലെയേഴ്സും ഉണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ ഈ ക്രിക്കറ്റ് ഫെഡറേഷൻ പോലെ തന്നെ നല്ലൊരു ഫെഡറേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഒരു FIFA അംഗീകരിച്ച പോലത്തെ ഉള്ള നമ്മുടെ ഈ എന്താ പറയുക ട്രെയിനിങ് സെൻറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് അക്കാഡമിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കയറി വരാവുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ മലപ്പുറം ഏരിയയിലൊക്കെ ഇതുപോലെ ഓരോ അക്കാഡമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കേരളത്തിലും ഇന്ത്യയിലും ടോട്ടലായിട്ട് വരണം. ചെറുപ്പത്തിലേ തൊട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. എങ്ങനെ ഞാൻ കേട്ടില്ല. ഞാൻ ബ്രസീൽ ഫാനാണ് പണ്ട് തൊട്ടേ. പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, സിനിമ കാണണം. സിനിമേനെ അതിൻ്റെ ആർട്ടിസ്റ്റുകളെയും ഇത് വെച്ച് വിലയിരുത്താതെ നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ പോയി കാണണം. അങ്ങനെ ഉള്ള പ്രേക്ഷകരാണ് മലയാളത്തിലുള്ളത് മൊത്തം. ആർട്ടിസ്റ്റ് വാല്യൂ കാര്യങ്ങളോ നോക്കിയല്ല ആൾക്കാർ സിനിമ കാണുന്നത്. സിനിമയുടെ കോണ്ടൻറ്റും ഇത് കാര്യങ്ങളൊക്കെ നോക്കിയാണ് സിനിമ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഒരു ഫുട്ബോൾ ഫോക്കസ് ചെയ്ത് മാത്രം അല്ല ഈ സിനിമ മൂവ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ സ്പെഷ്യലി ഇതിലെ സോങ്സ് ഇപ്പോൾ നല്ല സോങ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും ഓളാക്കുളം. താങ്ക് യു.